ഹലോ ഗൈസ്, ഗീതഗോവിന്ദത്തിൻ്റെ പുതിയ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗോവിന്ദേട്ടൻ മുറിയിൽ പെർഫ്യൂമൊക്കെ അടിച്ച് ഇങ്ങനെ ഗീതുവിനോട് ഇഷ്ടം തുറന്ന് പറയാൻ വേണ്ടി ഓരോ രീതി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓരോ രീതി പ്രാക്ടീസ് ചെയ്തിട്ടും പുള്ളിക്കൊരു തൃപ്തിയാവുന്നില്ല. അവസാനം പുള്ളിയുടെ മനസ്സിലൊരു കവിത തന്നു. ആ കവിത കേട്ട് കഴിഞ്ഞപ്പം ഓക്കെ, ഇത് വലിയ കുഴപ്പമില്ല, അതെങ്ങനെ പറഞ്ഞ് തന്നെ പ്രപ്പോസ് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മുടെ ഗോവിന്ദേട്ടൻ ഇങ്ങനെ നിൽക്കുവാണ്. ആ സമയത്ത് പനിനീർ പുഷ്പം ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മുടെ ഗോവിന്ദേട്ടൻ അവിടെ ഇരുന്ന് റോസിൻ്റെ സ്പ്രേ ഒക്കെ എടുത്ത് മുറിയിലോട്ട് അങ്ങ് നല്ലപോലെ അടിക്കും കേട്ടോ. അതേ സമയത്ത് നമ്മുടെ ഗീതുവും ഇന്ന് ഇഷ്ടം പറയണമെന്ന് ഓർത്ത് പയ്യെ വാതിൽ തുറന്ന് മുറിയിലോട്ട് വരും. വാതിൽ തുറന്ന് കയറുമ്പോഴേ ഈ എല്ലാ സ്പ്രേയുടെയും ഇതെൻ്റെ എല്ലാം കൂടെ മണം കാരണം മുറിയിലൊരു വൃത്തികെട്ട സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പം ഗീതു കയറുന്ന പാടെ മൂക്കഴി പൊത്തും. എന്നിട്ട് ചോദിക്കും, ഓ നിങ്ങൾ ഇന്നും കുടിച്ചിട്ടുണ്ടല്ലേ, ആ മണം വരാതിരിക്കാനായിരിക്കും ഇതിൻ്റെ അകത്ത് മുഴുവൻ സ്പ്രേ അടിച്ച് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞ് ഗീതു അവിടെ എല്ലാം തപ്പുവാണ് കേട്ടോ. എന്നിട്ടൊന്നും കിട്ടത്തില്ല. എന്നിട്ട് ഗോവിന്ദനോട് ഊതാൻ പറയുന്നുണ്ട്. ഊതി നോക്കുമ്പോഴും പ്രത്യേകിച്ച് സ്മെല്ലില്ലാത്തപ്പം മണം വരാത്ത ഏതോ സാധനമാണ് എടുത്ത് അടിച്ചേക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഗീതു കരുതുള്ളി അവിടെ നിന്ന് ഇറങ്ങിപ്പോകും കേട്ടോ. അപ്പം ഗോവിന്ദ ഇന്നും പറയാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ചെന്ന് ഗീതുവിനോട് പറയുന്നുണ്ട്, നീയാണെങ്കിൽ സത്യം ഞാൻ കുടിച്ചിട്ടില്ല എന്നും പറഞ്ഞ് തലയിൽ കൈവച്ച് പ്രോമിസ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് ഗീതു എന്നോട് ആ കവിത ഇങ്ങനെ പറയാൻ നോക്കുമ്പോൾ അത് എന്ത് ചെയ്തിട്ട് ശരിയാവുന്നില്ല. ഗീതുവിനെ കാണുമ്പോൾ ടെൻഷൻ കാരണം ഗോവിന്ദനൊന്നും പറഞ്ഞിട്ടൊന്നും ശരിയാവുന്നില്ല. അത് കണ്ട് ഗീതുവിന് ചിരി വരുന്നുണ്ട്. എന്നിട്ട് ഗീതു ചോദിക്കും, എന്നാ നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറയുമ്പം ഗോവിന്ദ പറയും, ഒന്നുമില്ല, ഒരു നന്ദി. നന്ദിയോ? ഇത് കുറേ ആയല്ലോ നന്ദി പറയാൻ തുടങ്ങിയിട്ട്, എന്തിനാ ഇപ്പോൾ ഈ നന്ദി എന്ന് ചോദിക്കുമ്പം നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട്, അല്ല പ്രിയമോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി തിരുമേനിയെ കണ്ട് നീ സമയം നോക്കിയെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു നന്ദി എന്ന് പറയും. അപ്പം നമ്മുടെ ഗീതു എന്തെങ്കിലും ആട്ടെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അപ്പം ഗീതു തന്നെ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഈ നന്ദിക്ക് പകരമായിട്ടും വരമായിരിക്കും തരാൻ പോകുന്നതല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, വരം വേണമെങ്കിൽ തരാം എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് പറഞ്ഞു, വരം നീ ചോദിക്കുക, ഞാൻ കുറേ വരം തരുന്നില്ല, നീ ഒന്നും ചോദിക്കുന്നില്ലോ എന്ന് പറഞ്ഞ് ഗോവിന്ദ് അങ്ങ് പോകുമ്പോൾ ഗീതു ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, വരമായിട്ട് കണ്ടക്ടറിൻ്റെ കൂടെയുള്ള ജീവിതം ചോദിച്ചാലോ എന്നോർത്ത് ഗീതു മുറിയിലോട്ട് തിരിച്ച് കയറുവാണ്. അതേസമയം നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ, ഗീതു വരവായിട്ട് എൻ്റെ കൂടെ ഒരു ജീവിതം ചോദിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഗീതു പറയാൻ വേണ്ടി വാതിലടച്ച് ഗോവിന്ദും ഗീതു പറയുന്ന വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ അവരുടെ മനസ്സിൽ നിന്ന് രണ്ടുപേരെ ആത്മാവ് പോലെ ഇങ്ങനെ പറന്നു വന്ന് ഇങ്ങനെ പരസ്പരം കെട്ടിപ്പിടിക്കുന്നതായിട്ട് ഇവർ കാണുവാണ് കേട്ടോ. അപ്പം എന്നിട്ട് ഇവരിങ്ങനെ കിളി പോയതുപോലെ നിൽക്കാൻ നേരത്ത് നമ്മുടെ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, എന്താ നിൻ്റെ കിളി പോയോ ഗീതു എന്ന് ചോദിക്കുമ്പം നമ്മൾ ഗീതു പറയുന്നുണ്ട്, ഒരു കിളിയിലൂടെ പറന്നുപോയി, അത് ഗോവിന്ദേട്ടനാണെന്ന് പറഞ്ഞാലോ എന്നിങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഗോവിന്ദ ഇനി ഇവർക്ക് വേറെ വല്ലതും ഉണ്ടോ, എന്നാലും വേണ്ടില്ല ഇന്ന് പറഞ്ഞിട്ട് തന്നെ എന്ന് പറഞ്ഞ് പറയാൻ തുടങ്ങുമ്പോൾ വാതിൽ മുട്ടുവാണ് കേട്ടോ. അപ്പം എന്ത് ചെയ്യും, നമ്മുടെ അയ്യപ്പേട്ടൻ ഗീതുവിന് മാങ്ങ കഴിക്കണം എന്നുള്ള ആഗ്രഹമാണെന്ന് ഓർത്ത്, ഗീതുവാണ് പ്രഗ്നൻ്റ് എന്നോർത്ത് മാങ്ങയെല്ലാം കൊണ്ടുവന്നിട്ട് പറയുകയാണ്, ഈ സമയത്ത് മോൾക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും അത് സാധിക്കണം, അപ്പുറത്തെ വീട്ടിലെ പറമ്പിലെ മാവ് ഫുള്ളിങ്ങനെ വിലക്കെടുത്തു, ഇനി എപ്പോൾ വേണേലും മാങ്ങ പറിക്കാമല്ലോ, മോള് ഗർഭിണിയല്ലേ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഗീതു ഞെട്ടിപ്പോവാണ് കേട്ടോ. അത് ഗോവിന്ദ് ഇങ്ങനെ ഇതെപ്പോൾ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഗീതു അയ്യപ്പണ്ണങ്ങ് പോയി കഴിയുമ്പോൾ വാതിലടച്ചിട്ട് ഗോവിന്ദിനോട് നേരെ കലി തൊടുവാണേ, നിങ്ങൾ ഒറ്റൊരാളെ ഈ ഗർഭത്തിന് കാരണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോഴേക്കും ഗോവിന്ദ് ഞാനോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും, നിങ്ങളിനി കിഷോർ ഞാനും തമ്മിൽ അവീതം ഉണ്ടെന്ന് പറഞ്ഞു വരുത്തിയ പോലെ ഇനി ഞാൻ ഗർഭിണിയാന്ന് പറഞ്ഞ് അടുത്ത ചീത്തപ്പേര് എൻ്റെ മേലിൽ ഉണ്ടാക്കി വെക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കയറി കിടന്നു ഗീതു. എന്നിട്ട് ഗോവിന്ദനോട് പോയി കിടക്കാൻ നോക്കുമെന്ന് പറയുന്നുണ്ടേ. അതേസമയം നമ്മുടെ രാധികാമ്മ അയ്യപ്പണ്ണം വരുന്നത് കണ്ടിട്ട് എന്താണെന്ന് ചോദിച്ച് ചാടിത്തുള്ളി വെളിയിൽ ഇറങ്ങി നിൽപ്പുണ്ട്. അപ്പം നമ്മുടെ അയ്യപ്പണ്ണം പറയുന്നുണ്ട്, ഗീതുമൊക്കെ ഈ സമയത്ത് പച്ചമാങ്ങ കഴിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ട് കൊണ്ടുവന്ന് ഗർഭിണികൾ അതൊക്കെ കഴിച്ചിട്ടിരിക്കണം എന്ന് രാധികാമ്മയ്ക്ക് അറിയത്തില്ലെന്ന് പറയുമ്പോഴേക്കും രാധിക ഓർക്കും ഗീതു പ്രഗ്നൻ്റാന്ന്. അത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇവരിഷ്ടം പറയുന്നില്ല, ഇവർ രണ്ടും കയറി കിടക്കുവാണ് കേട്ടോ, ഇവർ രണ്ടും ഉറങ്ങുകയാണ്. അത് കഴിഞ്ഞ് ഇതറിഞ്ഞ വെപ്രാളത്തിൽ ടെൻഷൻ മൂത്ത രാധിക ഫോൺ എടുത്ത് വരുണിനെ വിളിക്കാൻ വേണ്ടി പോവാണ്. വരുണിനെ വിളിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ വരുണും സുവർണയും കൂടെ ഗസ്റ്റ് ഹൗസിലുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഫോൺ എവിടെയോ ഒരു മുറിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് സുവർണ പറയുന്നുണ്ട്, ഫോൺ സ്പീക്കറിൽ ഇടുന്നു പറയുമ്പോഴേക്കും നമ്മുടെ രാധികാമ്മ പറയുന്നുണ്ട്, ഞാൻ പേടിച്ച പോലെ തന്നെ സംഭവിച്ചു, അവൾ പ്രഗ്നൻ്റ് ആണ്, ഇനി AGMൻ്റെ അവകാശം ഫുള്ള് ഗീതുവിനും ഗോവിന്ദനും ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കായിരിക്കും, നിൻ്റെ കാര്യം കട്ടപ്പോക, ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അത്രയും കാണിച്ച് നമ്മുടെ വരുൺ ഇങ്ങനെ ഭയങ്കര കലിപ്പിൽ നിൽക്കുന്ന കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.